നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്കൊരു 24 മണിക്കൂറുണ്ട്. ഇതിലെ ഡാറ്റാ സെന്റർ ഇൻഡസ്ട്രിയിലെ പ്രത്യേകിച്ചും ഐഡിയൽ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പണമല്ല, നമുക്ക് ഇതിന് കൊടുക്കുന്ന സമയമാണ് ഇതിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മൂലധനം എന്നല്ല നമ്മുടെ സമയമാണ്. നമുക്ക് നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുകയും സമയമുള്ള ഒരുപാട് ആൾക്കാരെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് പോകും, ഒരു തർക്കവും. ഡാറ്റാ സെന്റർ ഇൻഡസ്ട്രി നമ്മളെ PUC പോയിട്ട് നമ്മളെ ഔട്ട്ലെറ്റ് പോയിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നതിന് മുമ്പേ തന്നെ ഗവൺമെന്റിനെ GST കിട്ടുക, കേന്ദ്ര ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും. നമ്മുടെ ഇൻകം എല്ലാ ബുധനാഴ്ച നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻകം വരുന്ന സമയത്ത് നമ്മൾക്ക് ഇൻകം കിട്ടുന്നതിന് മുമ്പേ തന്നെ ഗവൺമെന്റ് TDS കിട്ടുക. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഇത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യില്ലേ. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് 10 ഇൻഡസ്ട്രി എടുത്ത ഒന്നായി ഡാറ്റാ സെന്റർ ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഗവൺമെന്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ സപ്പോർട്ടും ഗവൺമെന്റ് ഭാഗത്തും ചെയ്യുന്നുണ്ട്. ട്രേഡ് യൂണിയൻ, എല്ലാ ട്രേഡ് യൂണിയനും അതിശക്തമായിട്ട് മേഖലയുണ്ട്. ഞാനൊരു ട്രേഡ് യൂണിയന്റെ ഒരു ഭാരവാഹിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് പോവാത്ത ആളുകള് മണ്ടന്മാരായിട്ട് മാറുന്ന പറയാനുള്ളത്. കാരണം പലപ്പോഴും ഇത് ചെയ്യുന്ന ആൾക്കാരായിരുന്നു പണ്ട് മണ്ടന്മാരെന്ന ആൾക്കാരെ വിളിച്ചിരുന്നെങ്കിൽ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇതിന്റെ വയ്യാലെ ആളെ ചേർത്ത് നടക്കേണ്ട ചിന്താഗതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇത് ചെയ്യാത്ത ആളുകൾ മണ്ടന്മാരായിട്ട് പോകുന്ന സിറ്റുവേഷനിലേക്ക് വരാൻ പോവാം. കാരണം ഡാറ്റാ സെന്റർ ഇൻഡസ്ട്രിയുടെ സുവർണ്ണ കാലഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഗവൺമെന്റ് കാര്യം കണക്ക് പറഞ്ഞല്ലോ, നമ്മൾ GTS എടുക്കുന്ന സമയത്ത് പറയാറില്ലേ, 2025 ആവുന്ന സമയത്ത് 18 മില്യൺ യുവാക്കൾ ഈ ബിസിനസ് ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുക്കുമെന്ന്. 2025 തുടക്കത്തിൽ തന്നെ ആ കണക്കുകളൊക്കെ മറികടന്നില്ലേ. 2025 ആവുന്ന സമയത്ത് 64,800 കോടിന്റെ ടേൺ ഓവർ ഡാറ്റാ സെന്റർ ഇൻഡസ്ട്രിക്ക് ഉണ്ടാവുന്ന 2014 പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ കണക്കൊക്കെ 2015-നും 25-നും മുന്നേ തന്നെ മറികടന്നില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ അടുത്തൊരു 5 വർഷത്തേക്ക് ആലോചിച്ച് നോക്കിയേ. അടുത്തൊരു 5 വർഷത്തേക്ക് നമ്മുടെ കമ്പനിയുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ടോട്ടൽ ടേൺ ഓവർ ഏകദേശം 2000 കോടിക്ക് അടുത്ത 4 വർഷം കൊണ്ട് കമ്പനിയുടെ ടേൺ ഓവർ, കഴിഞ്ഞ നിഖിൽ ചന്ദ്ര സാർ പറഞ്ഞത് 4000 കോടി ടേൺ ഓവർ ആണ് അടുത്ത 4 വർഷം കൊണ്ട് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. 2030 മുന്നേ നിഖിൽ ചന്ദ്ര സാർ പറഞ്ഞത് ഓരോ 5 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മളെ PUC വരുന്ന ഓരോ 5 കിലോമീറ്റർ ചുറ്റളവിലും നമ്മളെ ഔട്ട്ലെറ്റുകൾ വരും. നമുക്ക് കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ, കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർ പോയിട്ട് സാധനം അവിടെ പോയി മേടിച്ചോളും. നമ്മൾ ഇനി കൊണ്ടുകൊടുക്കേണ്ട സിറ്റുവേഷൻ ഒന്നും വരില്ല. ഓരോ 5 കിലോമീറ്ററിലും ഒരു 15 മിനിറ്റ് മാക്സിമം ഓടിയാൽ നമ്മളെ ഔട്ട്ലെറ്റുകൾ എത്തുന്ന രീതിയിലേക്ക് വരാൻ പോവാം.